ഷിരൂരിലെ രക്ഷാദൌത്യത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ദൌത്യസംഘം മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പിയുടെ നേതൃത്വത്തിൽ ഗംഗാവലി പുഴയിൽ നടത്തിയ തിരച്ചിലിൽ ട്രക്കിന്റെ ഭാഗങ്ങളോ കണ്ടെത്താനായില്ല. ദൌത്യത്തിൽ നിരാശയെന്നും പ്ലാൻ ബി വേണമെന്നും മഞ്ചേശ്വരം MLA AKM അഷ്റഫ് പറഞ്ഞു. ഇപ്പം നമ്മൾ അവസാനമായി നിൽക്കുന്നത് നമ്മുടെ ഈശ്വർ മൽപ്പയുടെ ഒരു മുങ്ങലും കൂടി അവസാനിച്ചാൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് എന്നുള്ള ചോദ്യം എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ അതാണ് ഇന്ന് ഡാറ്റ വെച്ചുകൊണ്ട് ബഹുമാനനായ കേരള നിയമസഭാ സ്പീക്കർ സംഷീർ, അതോടൊപ്പം ബഹുമാനനായ VD സതീശൻ പ്രതിപക്ഷ നേതാവ്, അവരൊക്കെ നിരന്തരമായി വിളിക്കുന്ന ആളുകളാണ്. കൃത്യമായി എൻ്റെ ഡാറ്റ ഞാൻ ഇന്ന് കൊടുക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു ശ്രമം ബഹുമാനനായ ഫോറസ്റ്റ് മിനിസ്റ്ററും റിയാസ് മിനിസ്റ്ററും കൃത്യമായി അവലോകനം നടത്തിയ ആളുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബി പ്ലാൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഇടപെടലും കൂടി ആവശ്യകത നമ്മുടെ മുമ്പിൽ കാണുകയാണ്. അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ഒരു റിസൾട്ട് എന്നതിനപ്പുറം ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യതയില്ല. വിശദാംശങ്ങളുമായി അരുൺ പാറക്കൽ ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്ന്. അരുൺ, ഇന്ന് 13ാം ദിനമാണ് അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ. അത് ഗംഗാവലി പുഴയിൽ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള തിരച്ചിലൊക്കെ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഈശ്വർ മാൽപ്പെ എത്തി ഇന്നലെ തിരച്ചിൽ ആരംഭിച്ചത്. എന്നാൽ പ്രതീക്ഷ നൽകുന്നതൊന്നും കണ്ടെത്താനായില്ല എന്ന് ഈശ്വർ മാൽപ്പെ കൂടി പറയുമ്പോൾ ഇനി എന്താണ് മുന്നിലുള്ള പോംവഴി? അതുതന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തെരച്ചിൽ, അതായത് ഏകദേശം പൂർണ്ണമായും ഈ തെരച്ചിൽ അവസാനിപ്പിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ സ്പോട്ടിലാണ്. ഈശ്വർ മാൽപ്പെ അടങ്ങുന്ന സംഘം അവർ രാവിലെ മുതൽ നിരവധി തവണ ഡൈവ് ചെയ്തിരുന്നു. പക്ഷേ യാതൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. കുറച്ച് പാറക്കല്ലുകളും മരക്കഷ്ണങ്ങളും അല്ലാതെ മറ്റൊന്നും ലോറിയുടെ സാന്നിധ്യം ഈ വെള്ളത്തിനിടയിൽ കണ്ടെത്താൻ സാധിച്ചില്ലെന്നാണ് ഈശ്വർ മാൽപ്പയുടെ ഭാഗത്തു നിന്നും വരുന്ന വിശദീകരണം. അദ്ദേഹം അല്പസമയം മുൻപാണ് ഇപ്പോൾ കരയിലേക്ക് കയറിയത്. നാവികസേനയുടെ ഒരു ബോട്ട് മാത്രമാണ് ഇപ്പോൾ ഈ വെള്ളത്തിൽ, അതായത് ഗംഗാവലി പുഴയിലുള്ളത്. അവരും ആ പ്രദേശത്തെ, അതായത് സ്പോട്ട് 1 രേഖപ്പെടുത്തിയ ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ നാവികസേനയുടെ സംഘമുള്ളത്. അത് ഒരു ബോട്ടിൽ 6 പേർ മാത്രമാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈശ്വർ മാൽപ്പയുടെ സംഘം, അതായത് 6ഓളം ബോട്ടുകളിൽ ഈശ്വർ മാൽപ്പയുടെ സംഘം ഇവിടേക്ക് എത്തിയിരുന്നു. ഇന്നലെ കേന്ദ്രീകരിച്ച ആ മൺതുരുത്തിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പ്രദേശത്ത്, അതായത് ഈ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച സ്പോട്ട് 1, 2, 3, 4 എന്നിങ്ങനെ കേന്ദ്രീകരിച്ച പ്രദേശങ്ങളിലായിരുന്നു പ്രധാനമായും ഈ തെരച്ചിൽ നടത്തിയിരുന്നത്. പക്ഷേ ഇന്നും നിരാശ മാത്രമായിരുന്നു ഫലം. പ്രതീക്ഷയ്ക്ക് വക നൽകാൻ യാതൊന്നും കണ്ടെത്തിയില്ല എന്നാണ് നമുക്ക് ഇവിടെ നിന്ന്, ഈ സ്പോട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം നിന്ന് പ്രതീക്ഷ നൽകുന്ന വാർത്തകളൊന്നും നിലവിൽ ലഭിക്കുന്നില്ല എന്നാണ് അറിയുന്നത്. ഷിരൂരിലെ രക്ഷാദൌത്യത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ദൌത്യസംഘത്തിന്. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ ഗംഗാവാലി പുഴയിൽ നടത്തിയ തിരച്ചിലിൽ ട്രക്കിന്റെ ഭാഗങ്ങളോ കണ്ടെത്താനായിട്ടില്ല. ദൌത്യത്തിൽ നിരാശയെന്നാണ് മഞ്ചേശ്വരം MLA തന്നെ നമ്മളെ അറിയിക്കുന്നത്. പ്ലാൻ ബി വേണമെന്നും കേരളം ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രിമാർ തമ്മിൽ സംസാരിക്കണം, ഇതിൽ മറ്റ് പോംവഴികൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തണം എന്നുള്ളതെല്ലാം MLA-മാരടങ്ങിയ സംഘം മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിന്റെ നേതൃത്വത്തിൽ കർണാടക സർക്കാരുകളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലും അല്പം മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത് കേരളം ആവശ്യപ്പെട്ട രീതിയിൽ ഒരു തിരച്ചിൽ നടത്തുന്നില്ല എന്നുള്ളതാണ്. ഇതിലുൾപ്പെടെയുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അരുണിനോട് ചോദിച്ചറിയാം. അരുൺ പാറയ്ക്കൽ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഇതിപ്പോൾ നിരാശാജനകമാണ്. 13 ദിവസമായി ഈ തിരച്ചിൽ ആരംഭിച്ചിട്ട് ഒരു 10 ദിവസമെങ്കിലും ആയിട്ടുണ്ട് ഈ രീതിയിൽ. എന്നിട്ട് പോലും ഇതിലൊരു സൂചന പോലും ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് ട്രക്ക് കണ്ടെത്തിയെന്നൊക്കെ കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു. എന്നാൽ ട്രക്കിന്റെ യാതൊരു അവശിഷ്ടങ്ങളും കണ്ടെത്താൻ ഈശ്വർ മാൽപ്പയ്ക്ക് കൂടി സാധിക്കുന്നില്ലല്ലോ. ഈ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് മഴ കൂടി കനക്കുന്ന സാഹചര്യത്തിൽ ഇനി
ഈ രക്ഷാപ്രവർത്തനം നിർത്താനാണോ സാധ്യത? എന്താണിപ്പോൾ സർക്കാരുകൾ പറയുന്നത്? പ്രവിധ, അതുതന്നെയാണ്. ഇന്നേക്കിപ്പോൾ 13ാമത്തെ ദിവസമാണ്. ഈ 13ാമത്തെ ദിവസത്തെ തെരച്ചിലിലും ഈ ലോറി സംബന്ധിച്ച യാതൊരു വിവരവും കണ്ടെത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിവരവും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. ഈ സൈന്യത്തിന്റെ ഡ്രോൺ പരിശോധനയിൽ നേരത്തെ ലോറിയുടെ സാന്നിധ്യം 4 സ്ഥലങ്ങളിൽ കണ്ടെത്തിയിരുന്നു. പക്ഷേ ആ പ്രദേശത്ത് ആർമിയും അതുപോലെ തന്നെ നാവികസേനയും ആദ്യഘട്ടത്തിൽ തെരച്ചിൽ നടത്തി. അതിനുശേഷം അവർക്ക് ഈ വെള്ളത്തിനടിയിലേക്ക് പോകാൻ കഴിയാത്തൊരു ഘട്ടമായപ്പോഴാണ് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുന്നത്. അവർ ഇന്നലെയും ഇന്നുമായി നിരവധി തവണ ഈ പുഴയിലേക്ക് ഡൈവ് ചെയ്തു. പക്ഷേ അവർക്കും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പൊ വലിയ വലിയ പാറക്കല്ലുകളും മണ്ണും അതുപോലെ തന്നെ മരക്കഷ്ണങ്ങളും ഒക്കെ ഈ നദിയിലേക്ക് ഇറങ്ങുന്നതിന് തടസ്സമായി നിൽക്കുന്നു എന്ന് ഈ ദൗത്യ സംഘം പറയുന്നുണ്ട്. ഒപ്പം ഈ ആദ്യം ലൊക്കേറ്റ് ചെയ്ത 4 സ്പോട്ടുകളിലും ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ല. വെള്ളത്തിനിടയിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചില്ല എന്നതും നിരാശാജനകമായ കാര്യമാണ്. ഇതുവരെയും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന യാതൊന്നും തന്നെ നമുക്ക് ആ വിവരങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ നിരവധി തവണ ഡൈവ് ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം തിരിച്ച് ഇപ്പോൾ കരയിലേക്ക് കയറിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈശ്വർ മാൽപ്പെ കരയിലേക്ക് കയറിയതിനു ശേഷം അവിടെ NDRFന്റെയും ഈശ്വർ മാൽപ്പയുടെ സംഘത്തിന്റെയും അതുപോലെ തന്നെ ആർമിയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നുണ്ട്. അവർ ഈ ദൗത്യ സംഘത്തിലുള്ള മുഴുവൻ ആളുകളും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഇനി അടുത്ത ഘട്ടം, അതായത് അടുത്ത പദ്ധതി എന്തെന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഇന്നിപ്പോൾ മഞ്ചേശ്വരം MLA AK ബഷീർ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നത് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഈ പുഴയിലെവിടെയും ഈ നേരത്തെ ലോറി ലൊക്കേറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ എവിടെയും ഈ ലോറിയുടെ സാന്നിധ്യം വെള്ളത്തിനിടയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനി എങ്ങനെയാണ് ഈ തെരച്ചിൽ തുടരേണ്ടതെന്ന് പ്രധാനപ്പെട്ട ഘടകമാണ്. നാവികസേനയുടെ ഒരു സംഘം നിലവിൽ പുഴയിലിറങ്ങി പരിശോധന തുടർന്നിരുന്നെങ്കിലും ഇപ്പോൾ അവരും കരയിലേക്ക് അടുക്കുകയാണ്. ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ബോട്ട് കൂടി കരയിലേക്ക് അടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ യോഗം ഇപ്പോഴും തുടരുകയാണ്. ഒപ്പം ഈ ഭൂമി പോലുള്ള യന്ത്രങ്ങളൊക്കെ തന്നെ ഈ കരയിൽ നിന്ന് അല്പം അകലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിറ്റാച്ചിയും JCB പോലുള്ള യന്ത്രങ്ങളൊക്കെ തന്നെ കരയിൽ നിന്ന് നേരത്തെ ക്രെയിനും ഹിറ്റാച്ചിയും ബൂമും ഒക്കെ ഈ നദിക്കരികിലേക്ക് അതായത് ലോറി കണ്ടെത്തുകയാണെങ്കിൽ അത് പെട്ടെന്ന് കരയ്ക്ക് കയറ്റാൻ അല്ലെങ്കിൽ അതിന് സഹായമേകുന്ന രീതിയിൽ നിലയുറപ്പിച്ചിരുന്നു. അതൊക്കെ ഇപ്പോൾ ആ സ്ഥലത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. വളരെ കുറച്ച് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോൾ ഈ പ്രദേശത്തുള്ളത്. ഈ ഉദ്യോഗസ്ഥ സംഘത്തിന് നിൽക്കുന്നതിന് വേണ്ടി ടെന്റ് സ്ഥാപിച്ചിരുന്നു. ആ ടെന്റ് ഉൾപ്പെടെ ഇപ്പോൾ അഴിച്ചു മാറ്റിയ സ്ഥിതിയാണ്. ഈ തുരുത്തിൽ മാത്രം 1-2 ഉദ്യോഗസ്ഥർ നിൽക്കുന്നു. ചില പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ മാത്രം പുഴയിൽ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ ഗംഗാവലി പുഴയിൽ നടക്കുന്നില്ല, അല്ലെങ്കിൽ തെരച്ചിൽ നടക്കുന്നില്ല. ദൗത്യമൊക്കെ ഏറെക്കുറെ നിലച്ച മട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു യോഗം ചേരുന്നുണ്ട്. അവിടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരും ഈ മാൽവേ സംഘവും ഈ ആർമിയും നാവികസേനയുടെയും NDRFന്റെയും ടീമും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നടക്കുന്നില്ല. ഇനി എന്താണ് ആ യോഗത്തിലെ തീരുമാനം? ദൗത്യം ഇന്നത്തേക്ക് അവസാനിപ്പിക്കുമോ എന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായി തന്നെ നിൽക്കുന്നു. പക്ഷേ ഈ നദിയിലെ ഗംഗാവലി പുഴയിലെ വെള്ളം അത് കുറഞ്ഞു വന്നിട്ടുണ്ട്. വെള്ളം ഏകദേശം 1 മീറ്ററോളം ഇപ്പോൾ താഴ്ന്ന നിലയിലാണ് വെള്ളമുള്ളത്. ഈ മൺതുരുത്ത് ശിരൂർ മല ഇടിഞ്ഞതിന് ശേഷം നദിയിൽ രൂപപ്പെട്ട മൺതുരുത്തൊക്കെ നമുക്ക് വ്യക്തമായി കാണാവുന്ന രീതിയിലാണ് ഇപ്പോൾ വെള്ളമുള്ളത്. ഇതിപ്പോൾ അടിയൊഴുക്കും കുറഞ്ഞ മട്ടാണ്. പക്ഷേ ഇതുവരെയും ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നത് നിരാശാജനകമായ ഒരു കാര്യമാണ്. ആ യോഗം ഇപ്പോഴും തുടരുകയാണ് പ്രവിധ. യോഗത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നാണ് ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ തെരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ പ്ലാൻ B എന്ന് നേരത്തെ MLA ആവശ്യപ്പെട്ടതുപോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രവിധ. ശരി, എന്തായാലും ഷിരൂരിൽ നിന്ന് അത്ര സുഖകരമായ വാർത്തയല്ല ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ തിരച്ചിലിൽ ഈശ്വർ മാൽപ്പെ ഒപ്പം മറ്റ് 6 പേരും നടത്തിയ തിരച്ചിലിലും ഒന്നും കാര്യമായി കണ്ടെത്താനായില്ല. ലോറിയുടെ അവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താനായില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ യോഗം ചേരുന്നത്. മാത്രമല്ല അല്പസമയത്തിനുള്ളിൽ തന്നെ കളക്ടർ മാധ്യമങ്ങളെ കാണുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷിരൂരിൽ നിന്ന് അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്.